ഹലോ എവ്രി വൺ, സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ ഗോവയിലേക്ക് നമുക്കിന്നൊരു യാത്ര പോയാലോ? ദേ, അതിനായി നമുക്ക് നമ്മുടെ രാജധാനി എക്സ്പ്രസ് വന്നു കഴിഞ്ഞു. രാജധാനി എക്സ്പ്രസ് from Trivandrum to Nizamudin has arrived at Ernakulam Junction, platform number 1. നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടിയത് കണ്ടോ? മാവുണ്ട്, ഓംലെറ്റ് ഉണ്ട്, ബട്ടറുണ്ട്. ബ്രെഡിലും ബട്ടറൊക്കെ തേച്ച് എന്നിട്ട് അതിൽ ഓംലെറ്റ് അതിനകത്ത് വെച്ചിട്ട് കഴിക്കണം. ടീ ബാഗ് ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്, ഷുഗറും ഉണ്ട്. ഈ കാണുന്ന വെള്ളത്തിൽ നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. ദേ, നമ്മുടെ ഓംലെറ്റ് നമുക്കിപ്പോൾ തുറന്നു നോക്കാമേ. ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വളരെ അപ് ടു ഡേറ്റ് ആകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ദേ നമുക്ക് 2 ന്യൂസ് പേപ്പർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ ഫൺ ക്യാപിറ്റൽ എന്നും കിഴക്കിന്റെ റോം എന്നും ഗോവയ്ക്ക് വിശേഷണമുണ്ട്. എത്ര തവണ കണ്ടാലും തീരാത്തത്ര മായിക കാഴ്ചകളുള്ള നാടാണിത്. ചരിത്രം തേടിയെത്തുന്നവരുടെ മുൻപിൽ വാതിൽ തുറന്നു കിടക്കുന്നത് പതിറ്റാണ്ടുകളുടെ കഥയാണ്. നിങ്ങൾക്കറിയാമോ, 1961 ഇന്ത്യയിലേക്ക് ചേർക്കപ്പെടുന്നത് വരെ ഏതാണ്ട് 450 വർഷത്തോളം ഗോവ പോർച്ചുഗീസ് കോളനി ആയിരുന്നു. നമ്മളിപ്പോ നേരെ എത്തിച്ചെല്ലുന്നത് മഡ്ഗാവ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു ഗോവൻ നഗരമായ മഡ്ഗാവ് ഇന്നും പോർച്ചുഗീസ് അടയാളങ്ങളുള്ളൊരു നഗരമായിട്ടാണ് അവശേഷിക്കുന്നത്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഓൾഡ് ഗോവയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം നമ്മുടെ 2 സൈഡിലും നല്ല പഴയ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട്. ഏകദേശം ഉച്ച സമയത്താണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോയത്. വിഷാക്ക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ. അവിടെ നിന്ന് ഒരു ഗോവൻ താലിയൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടിരുന്നു. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമുക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോവാം. നമ്മൾ സ്റ്റേ ചെയ്തത് ഹോട്ടൽ ബാഗ ഗ്രാൻഡിലാണ്. നല്ല റൂം. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ബാഗ ബീച്ചിലേക്കാണ്. ഗോവയിലെ ബീച്ചുകളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ് നോർത്ത് ഗോവയിലെ ബാഗ ബീച്ച്. നീണ്ടു കിടക്കുന്ന കടൽ തീരം ബാഗ ബീച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. ചെല്ലുന്ന സമയം ഈ ബാഗ ബീച്ചിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു. ഗോവയിലെ സാഹസിക വിനോദങ്ങൾക്ക് ഏറെ പേര് കേട്ടിരിക്കുന്ന ഇടവുമാണ് ഈ ബാഗ ബീച്ച്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ആർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിലേക്കാണ്.
പനാജിയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നാണ് ഈ പള്ളി. മാതാവിന്റെ പെരുന്നാളാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബറിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. പനാജിയിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് ഈ പള്ളി. 1541 ഇത് ആദ്യം ഒരു ചാപ്പലായിട്ട് നിർമ്മിച്ചത്. പിന്നീട് 1609 ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പള്ളിയായിട്ട് വീണ്ടും പുനർനിർമ്മിച്ചു. അടുത്തതായിട്ട് നമ്മളൊരു ബോട്ടിങ്ങിന് പോവാണേ. നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത് മൻഡോവി റിവറിലാണ്. ആ റിവറിൽ നമുക്ക് ഒരുപാട് ഫ്ലോട്ടിംഗ് കാസിനോകൾ കാണാൻ പറ്റും. ബിഗ് ഡാഡി കാസിനോ, കാസിനോ പ്രൈഡ്, അങ്ങനെയുള്ള കാസിനോകളാണ് ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ളത്. ഈ ബോട്ടിലുള്ള യാത്ര ഒരു അടിപൊളി ഫീലായിരുന്നേ. ആ രാത്രിയാവുമ്പോൾ ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന പല പല കാസിനോകളും, പിന്നെ ഈ ബോട്ടിൽ തന്നെ കുറച്ച് പാട്ടുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രി ഈ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലതുപോലെ വിശക്കാൻ തുടങ്ങി. അപ്പം അവിടുത്തെ ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഞങ്ങൾ ചെന്നെത്തിയത് റിറ്റ്സ് ക്ലാസിക്കിലാണ്. അടുത്ത ദിവസം സൺഡേ ആയിരുന്നു. അപ്പം നമ്മൾ കുർബാന കൂടാനായിട്ട് ഒരു പള്ളിയിലേക്ക് പുറപ്പെട്ടു. ആ പള്ളിയുടെ ഫ്രണ്ടിലായിരുന്നു ദ ഡോൾഫിൻ സർക്കിൾ. അതെത്ര മനോഹരമായിരുന്നോ. നമ്മൾ പള്ളിയിൽ ചെന്നപ്പോഴാണ് നമുക്കറിയാൻ സാധിച്ചത് അവിടെ അന്ന് കുഞ്ഞുങ്ങളുടെ കുർബാന കൈക്കൊള്ളപ്പാടായിരുന്നു. എത്ര മനോഹരമായിട്ട് അതേ കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുന്നത് നോക്കിക്കേ. പള്ളിയുടെ 2 സൈഡിലായിട്ട് അവരുടെ കുർബാന കൈക്കൊള്ളപ്പാട് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പള്ളി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പള്ളിയുടെ അകം കണ്ടോ, എത്ര ഭംഗിയല്ലേ. നമ്മുടെ ഹോളി കമ്മ്യൂണിയനുള്ള കുഞ്ഞുങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ടേ. എത്ര നിശബ്ദമായിട്ടാണെന്നോ ഈ കുഞ്ഞുങ്ങളെല്ലാവരും ആ പള്ളിയിലേക്ക് കയറിപ്പോയത്. പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. ഷോപ്പിംഗ് എന്ന് പറയുന്നതിനേക്കാളും ഇതെല്ലാം കണ്ടോണ്ട് നടക്കാൻ തന്നെ ഒരു രസമാണേ. ഇവിടെ കാണുന്ന ഓരോ സാധനങ്ങൾക്കും വില ഒരല്പം കൂടുതലാണേ.
ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതെല്ലാം കണ്ടും ഒന്ന് നോക്കിയൊക്കെ നടക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. പലതരത്തിലുള്ള ഭംഗിയേറിയ ബാഗുകളൊക്കെ ഈ കടയിലുണ്ടായിരുന്നു. ഒറിജിനൽ പേളാണെന്ന് പറഞ്ഞിട്ട് പേളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാഷ്യൂ നട്ട്സ് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഒരു ലിക്കർ ഷോപ്പ്. പലതരം വെറൈറ്റിയിലുള്ള
ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഗോവൻ ടൂറിസത്തെ പ്രധാനമായി ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് ഇവിടുത്തെ ഫെനി. ഗോവയിലെ ഫെനി പ്രധാനമായി 2 ടൈപ്പാണുള്ളത്. ഒന്ന് തേങ്ങാ ഫെനി, രണ്ടാമത്തേത് കശുവണ്ടി ഫെനി. ഉൽപാദനത്തിന്റെ കാര്യത്തിൽ തേങ്ങാ ഫെനിയാണ് കശുവണ്ടി ഫെനിയേക്കാൾ പഴക്കമുള്ളതായി പറയപ്പെടുന്നത്. ഗോവയിൽ ധാരാളമായി ലഭിക്കുന്ന തേങ്ങ ഉപയോഗിച്ചാണ് തദ്ദേശീയർ ഫെനി ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ പോർച്ചുഗീസ് കോളനിക്കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കശുമാവാണ് ഈ മദ്യത്തിന്റെ പുതിയ ഉറവിടമായി മാറിയത്. ഈ ഷോപ്പിലോട്ട് കയറിയപ്പോൾ തന്നെ എന്താ ഒരു മണം എന്നറിയാവോ, അടിപൊളിയായിരുന്നു. പല പല വെറൈറ്റി സ്പൈസസ് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പല ടീ അവൈലബിൾ ആയിരുന്നു അവിടെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലേക്ക്. പോർച്ചുഗീസുകാരുടെ എഞ്ചിനീയറിംഗ് മികവിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമാണ് ഈ അറബിക്കടലിനെ അഭിമുഖിച്ച് തലയുയർത്തി നിൽക്കുന്ന അഗോഡ കോട്ട. തങ്ങളെ നിരന്തരം ആക്രമിക്കാൻ എത്തുന്ന ഡച്ചുകാരിൽ നിന്നും മറാത്തികളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടും കപ്പലുകൾ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുമാണ് പോർച്ചുഗീസുകാർ ഈ കോട്ട നിർമ്മിച്ചത്. ആയിരത്തി 1609 ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു 3 വർഷത്തിനുള്ളിൽ, അതായത് 1612 തന്നെ കോട്ടയുടെ നിർമ്മാണം അവർ പൂർത്തീകരിച്ചു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്ന പോർച്ചുഗീസ് കോട്ടകളിൽ ഒന്നുകൂടിയാണ് ഈ അഗോഡ കോട്ട. നിങ്ങൾക്കറിയാമോ, ഈ അഗോഡ എന്നാൽ ജലം എന്നാണ് മീനിങ്. പണ്ടുകാലങ്ങളിൽ ഈ വഴി പോയിരുന്ന കപ്പലുകളിന് ശുദ്ധജലം ശേഖരിച്ചിരുന്നത് ഈ കോട്ടയിൽ നിന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാലത്ത് ഈ കോട്ടയുടെ ചില ഭാഗങ്ങൾ ജയിലായി മാറ്റിയിരുന്നു. ഇന്ന് ഗോവയിലെ ഏറ്റവും വലിയ ജയിലുകളിൽ ഒന്നുകൂടിയാണിത്. എന്നാൽ ഇവിടേക്ക് സന്ദർശകരെ അനുവദിക്കാറില്ല. ആഴ്ചയിലെ എല്ലാ ദിവസവും തന്നെ ഇവിടെ സന്ദർശനം അനുവദനീയമാണ്.
രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. നമ്മുടെ മോഹൻലാലിന്റെ ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമയിലെ അതിലെ നായികയെ പൂട്ടിയിടുന്ന ഒരു സീനില്ലേ, അതിലെ നായികയെ പൂട്ടിയിട്ടത് ഇവിടെയാണെന്നാ പറയപ്പെടുന്നത്. ഗോവയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്.